ഗൈസ് വെൽക്കം ടു ട്രസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 91,500 94 95 ഏരിയയിലേക്കും പതിയെ BTC കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡിപ്പ് കുറച്ചൊരു പാഠം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഡിപ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് 91,500 കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ബേജാറും മാർക്കറ്റിലുണ്ടാകുന്ന സിറ്റുവേഷനും നിരന്തരമായിട്ടുണ്ടാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ റീട്രേസ് ഇപ്പോഴും വന്നിട്ടില്ല. ഈ ഒരു കറക്ഷനെ റീട്രേസ് ആയിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു സ്മോൾ ക്യാൻഡിൽ ഡൗൺ ആയിട്ട് കൂട്ടാൻ പറ്റും. റീട്രേസ് സാധാരണഗതിയിൽ ഒരു 25% ഒക്കെ ഉണ്ടാവുന്നതുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ശരിക്കും സിസ്റ്റമാറ്റിക്കായി ചിന്തിച്ചാൽ 100K ബ്രേക്ക് ചെയ്തിട്ടല്ലേ കൂടുതൽ ആൾക്കാർ അട്രാക്ട് ചെയ്തിട്ടല്ലേ ഉണ്ടാവേണ്ടത് നോക്കുന്നത്. നമുക്ക് നോക്കാം, പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ചിലപ്പം വീണ്ടും ഡൗൺ പോകാനുള്ള സാഹചര്യമാണോ എന്നൊക്കെ നമുക്ക് അന്നേരം പറയാം. കൂടുതൽ അപ്ഡേറ്റ് ആയി നേരം നൽകാം. ഇപ്പം എന്ന് പറയുന്നത് ഷിബ് ഡോജിൻ്റെ അവസ്ഥ എന്താണ്, റീബൈ ചെയ്യാൻ പറ്റും, എപ്പോഴാണ് ബൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ പ്ലാൻ എന്നൊക്കെയോ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ 10Xൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ പോലെ 20 കോയിൻസ്, അതിൽ കുറേ കോയിൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലുള്ള 2 കോയിൻസാണ് ഡോജ്. പേഴ്സണലി എൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 0.12 ആണിപ്പോൾ. അതായത് 0.12 ആണ് എൻ്റെ ആവറേജ് എൻട്രി ആയിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാനുവരിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത 10X പോർട്ട്ഫോളിയോ ആണ്. ഇപ്പോൾ ഇത് ഏകദേശം 11ാമത്തെ മാസം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ബൈ ചെയ്യാൻ തുടങ്ങിയതും നിരന്തരം ഈ കഴിഞ്ഞ 6 മാസത്തിൻ്റെ അളവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീബൈ ചെയ്തിട്ടാണ് ഈ 0.12 എത്തിയത്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ പൊതുവേ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും, ഞാൻ മുമ്പേ പറയുന്നതാണ്. എന്നാൽ പുതിയ കുറേ ആൾക്കാർ മാർക്കറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഏത് ഏരിയയിലാണ് റീബൈ ഓപ്ഷൻസ്, എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എൻ്റെ 10X ആവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി 0.9ലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. അങ്ങനെ 0.09ൽ ഒന്ന് ഓർക്കണം, 0.09ൽ അപ്ഡേറ്റ് ചെയ്ത സ്ഥിതിക്ക് 0.9 ആവണം 10X റിട്ടേൺ കിട്ടണമെങ്കിൽ. അങ്ങനെ 0.9 വരെ ഞാൻ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡോജ് കോയിൻ്റെ റേറ്റ് നമ്മൾ മിനിമം 0.9 വരെ ഈ ഒരു ബുൾ സൈക്കിൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള റേറ്റ് എന്ന് പറയുന്നത് 0.4140 ആയതുകൊണ്ട് തന്നെ എവിടെയാണ് അതിൻ്റെ പെർഫെക്റ്റ് റീബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 0.38 0.33 ഈ 2 ഏരിയൻ്റെ ഇടയിലേക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ വലിയൊരു ട്രേസോ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസോ വന്ന് 0.27, പക്ഷെ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ കൂടുതലായിട്ടും 0.33 അല്ലെങ്കിൽ 0.38 ഏരിയയിൽ വേണം. ഇനി നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് 0.33 അല്ലെങ്കിൽ 0.38 അങ്ങനെ ഒരു റീബൈ ഓപ്ഷൻ 0.33ൻ്റെയും 0.35 ഞാൻ ചാർട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാക്കി തരാം, നിങ്ങളത് നോക്കിയാൽ മതി. ഇനി ഷിബ ഇനുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റീബൈ ഓപ്ഷൻ എന്ന് പറയുന്നത് 0.014 റേഞ്ചിലാണ്. ഇപ്പോൾ 0.000 കുറേ സീറോ ഉണ്ട് അവിടെ 14 റേഞ്ചിലാണ് നമ്മുടെ റീബൈ നമ്മൾ ഇട്ട സമയത്ത് ഇന്ന് നമ്മുടെ ആവറേജ് എൻട്രി ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ള റേറ്റ് എന്ന് പറയുന്നത് 0.00024 എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പം കറൻറ്റ് മാർക്കറ്റ് എപ്പോഴാണ് ഇപ്പോൾ ഷിബ ഇനുവിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണ് ഷിബ ഇനുവിൻ്റെ രീതികൾ എന്ന് പറഞ്ഞാൽ, ഷിബ ഇനുക്ക് എപ്പോഴും ഒരു റീഅക്യുമുലേഷൻ ഏരിയ ഉണ്ട്. അതായത് 0.00014ൻ്റെയും 0.00018ൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ചാർട്ട് കാണിച്ചു തരാം. ഇപ്പം ഇതൊരു റീഅക്യുമുലേഷൻ ഏരിയ. ഈ ഷിബ ഇനുവിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ 1418ൻ്റെ അവിടെ കുറച്ച് നാൾ നിൽക്കുന്നു, എന്നിട്ട് പുതിയ ഏരിയയിലേക്ക് പോകുന്നു 0.0017 അല്ലെങ്കിൽ 18ൻ്റെയും 21ൻ്റെ ഇടയിൽ. എന്നിട്ട് ഇപ്പം നിൽക്കുന്നത് 21ൻ്റെയും 25ൻ്റെ ഇടയിൽ. എൻ്റെ ഇടയിൽ സീറോസ് ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ 21ൻ്റെയും 25ൻ്റെ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഈ 25ൻ്റെയും 30ൻ്റെ ഏരിയ. എപ്പോഴാണോ ഈ 25 എന്ന് പറയുന്നത് മെയിൻ സപ്പോർട്ടാക്കുകയും അടുത്ത ഗെയിനിലേക്ക് പോവുകയും ചെയ്താൽ ഈ പറയുന്ന 25 എന്നിട്ട് അവിടെ ഒരു റീഅക്യുമുലേഷൻ, എന്നിട്ട് 3x35. ഇതാണ് ഷിബ ഇനു പൊതുവേ കാലങ്ങളായി ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ. കഴിഞ്ഞ കുറേ നാളായിട്ട് നമുക്ക് 0.0014ന് 18 കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ 0.21നും 25ഉം റീഅക്യുമുലേഷൻ ഏരിയ ആണ് ഇനിയുള്ളൊരു ബൈ. ഇനി ലേറ്റ് ആവുന്നോറും കുറച്ച് ആൾക്കാർ 0.0025ന് 30ലേക്ക് വരും, പിന്നെ 30 35. നിങ്ങൾ ലേറ്റ് ആവുന്നോറും റിട്ടേൺസ് കുറയും. ഇപ്പോൾ ഏകദേശം 2 റീഅക്യുമുലേഷൻ ഓപ്ഷൻ നമുക്ക് നഷ്ടമായി. അതുപോലെ നമുക്കെന്ന് പറഞ്ഞാൽ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ 0.03414ൻ്റെയും 18ൻ്റെയും ഏരിയയും 18ൻ്റെയും 21. ഇപ്പോൾ 21ൻ്റെ ഏരിയയിൽ ബിലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ 18ൻ്റെയും 21ലേക്ക് വരും. മാർക്കറ്റ് എന്തെങ്കിലും പെട്ടെന്ന് ഹ്യൂജ് റീട്രേസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടാം 0.00018ൻ്റെയും 21ൻ്റെ ഇടയിലേക്ക് വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിബ ഇനുവിൻ്റെ ഞാൻ അതിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ റീഅക്യുമുലേഷൻ പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റീഅക്യുമുലേറ്റ് ചെയ്യേണ്ടത്. പേഴ്സണലി ഞാൻ ഓൾറെഡി എൻ്റെ ഷിബ ഇനുവിൻ്റെ അലോക്കേഷൻ എടുത്തു കഴിഞ്ഞു. ഒരു മീം കോയിൻ എന്ന നിലയിൽ
ഞാൻ പേഴ്സണലി 0.0014ൻ്റെയും 158ൻ്റെ ഇടയിൽ പേഴ്സണലി വാങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കും നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ 0.008 എന്ന് പറയുന്ന ഏരിയയിലായിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങ് മിനിമം ഒരു എക്സ്ട്രാ 8 വരെയെങ്കിലും എത്താണ്ട് നമുക്ക് 10x എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഗ്രോത്ത് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഷിബ ഇനുവിൻ്റെ കേസിൽ ഇവിടെയാണ് എൻ്റെ പേഴ്സണൽ ബൈയിങ് ഏരിയ. ഇതുപോലുള്ള മറ്റ് കോയിൻസുകൾ നമ്മൾ 10xലുള്ള കോയിൻസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ ഞങ്ങൾക്ക് നൽകാം. ഓക്കെ.